പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയദാസനെ അന്വേഷിച്ചോർത്ത് യേശു മഹാരാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ നിർണായകമായ വളരെ നിഗൂഢ രഹസ്യങ്ങളുടെ വചനചിന്തയിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഗ്നികുണ്ഡം, യേശുവിൻ്റെ വരവിൻ്റെ ഡേറ്റ് വിരലിലെണ്ണാവുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇത്ര വ്യക്തമായും സ്പഷ്ടമായും എളിദാസനിൽ കൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ വചനങ്ങളെ, രഹസ്യങ്ങളെ, ഇതിൻ്റെ സ്വഭാവത്തെ, ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ നിഗൂഢ രഹസ്യങ്ങളെ നിങ്ങൾ പുച്ഛിക്കുകയോ തള്ളിക്കളയോ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ധ്യാനഹാളിൽ കൂടെ വന്ന് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാൻ കാരണം ഇതൊരു വലിയ രഹസ്യമായിട്ട് തന്നെ കർത്താവ് വീണ്ടും എഴുതി വെക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വരിക്കുന്ന നിധിക്ക് തുല്യമാണ്. വയലിൽ എന്ത് നിധിയാണ് ഒളിച്ചിരിക്കുന്നത്? ഏതാണ് ഈ വയൽ? ഏതാണ് ഈ നിധി? അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ഒരു 3 വയലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ വയൽ ലോകത്തിലെ ഒന്നാമത്തെ വയൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഉദാഹരണം സഹിതം ചിന്തിക്കാം. അതിപ്രകാരമാണ്. ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലെത്തിയാൽ 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പിന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കാൻ എളുപ്പമുണ്ട്, ആൺകുട്ടിയാണെങ്കിലും പെട്ടെന്ന് വിവാഹം നടക്കാൻ എളുപ്പമുണ്ട്. കാരണം ജോലിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വയൽ തേടി ജർമ്മനി എന്ന വയലിലേക്ക് പോകുന്നു. സമ്പത്ത് നേടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളും ഭാഷകളും രാജ്യങ്ങളും അതിൻ്റെ എല്ലാ തത്വസംഹിതകളും ഒരു വയലാണ്. ആ വയലിൽ നാം ആയിരിക്കുന്നത് അവിടുന്ന് പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ രണ്ടാമത്തെ അത് ലോകമാണ്. ലോകമാകുന്ന വയലിൽ നിന്നും പണമാകുന്ന സമ്പത്ത് നമ്മൾ ശേഖരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വയൽ. രണ്ടാമത്തെ വയലാണ് സഭ, ആഗോള സഭ, അല്ലെങ്കിൽ നമ്മുടെ ഇടവക മുതൽ രൂപതകൾ, നമ്മുടെ റീത്തുകൾ, 24 റീത്തുകളായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭ, ആഗോള സഭ. ആ സഭയാകുന്ന സഭയിലെ കൗദാശിക തലങ്ങളിൽ കൂടെ കിട്ടുന്ന അറിവുകൾ, ജ്ഞാനങ്ങൾ, അതിലെ ധ്യാനങ്ങൾ, കുമ്പസാരങ്ങൾ, കുർബാനകൾ, അതിൻ്റെ വിവാഹം, മറ്റു കാര്യങ്ങളുമായിട്ട് എല്ലാ വിധത്തിലും ബന്ധപ്പെട്ട ഒരു വയൽ. ആ വയലിൽ നിന്നും നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും വിഭിന്നമായ രീതിയിൽ ഗ്രഹിച്ച് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അറിയുവാനും കഴിയുന്ന രീതിയിലുള്ള ഒരു ആത്മീയ ജ്ഞാന ആർജന സംവിധാനം. അത് സഭയിൽ നിന്ന്. മറ്റൊന്ന്, എൻ്റെ ശരീരം ഒരു വയലാണ്. ഒന്ന് ലോകമാകുന്ന വയൽ, 2 സഭയാകുന്ന വയൽ, 3 എൻ്റെ ശരീരമാകുന്ന വയൽ. എൻ്റെ ശരീരമാകുന്ന വയലിൻ്റെ ആരോഗ്യം, കണ്ണ് കാണാനുള്ള അവസ്ഥ, കാത് കേൾക്കാനുള്ള അവസ്ഥ, കൈകൾ ചലിക്കുന്ന അവസ്ഥ, അതിരം സംസാരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ജർമ്മൻ ഭാഷാ പഠനം കൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം കൊണ്ടൊക്കെ എനിക്ക്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്നതും ഈ വയലാകുന്ന ശരീരമാകുന്ന വയലിൽ അന്തർലീനമായിരിക്കുന്ന ഒരു നിധി. അപ്പോൾ സമ്പത്താകുന്ന വയലിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്, സമ്പത്താകുന്ന നിധിയാണ്. സഭയാകുന്ന വയലിൽ ഒളിഞ്ഞിരിക്കുന്നത് ദൈവിക രഹസ്യങ്ങളാണ്, ജ്ഞാനമാണ്. അപ്പോൾ ലോകത്തിൽ അറിവും സഭയിൽ ജ്ഞാനവും, എന്നിൽ അതീന്ദ്രിയ ജ്ഞാനവും, അതായത് പ്രവാചക വരസ്വരമുള്ള, പ്രവാചക ദൗത്യമുള്ള, അതീന്ദ്രിയ ജ്ഞാനമുള്ള, സ്വർഗീയ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന, ജ്ഞാനവും വിശുദ്ധിയും നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വ്യക്തികളും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം എൻ്റെ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായാൽ അവിടെ നിന്നും നമുക്ക് അതീന്ദ്രിയ ജ്ഞാനതലത്തിലും ഈ നിധിയെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒന്നാമത് ലോകത്തിൽ നിന്ന് എങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ നിധി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ചിന്താ വിഷയം. അപ്പോൾ ഈ കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു.
അപ്പോൾ ദൈവരാജ്യമല്ല, അത് പ്രത്യേകം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ട് ദൈവരാജ്യവും സ്വർഗരാജ്യം തമ്മിൽ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷ പഠിച്ചോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചോ വിദേശത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എങ്ങനെയാണ് ഈ സ്വർഗരാജ്യത്തെ ലഭിക്കുക? നമുക്ക് മാനുഷിക ചിന്തയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മകനോ മകളോ ഒരു ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലെത്തി, 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ആ 5 ലക്ഷം ശമ്പളം, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ കുട്ടിയെ പഠിപ്പിച്ച് അവിടെ എത്തിക്കാനുള്ള കടബാധ്യത ആദ്യം വീട്ടുന്നു. അതിനുശേഷം 2 നിലയിലുള്ളൊരു കെട്ടിടം വയ്ക്കുന്നു, വീട് വയ്ക്കുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങുന്നു. ആ സ്ഥലങ്ങളെല്ലാം വാങ്ങി അതെല്ലാം ശേഖരിച്ച് അതിൻ്റെ നടുക്ക് ഞാനൊരു രാജാവായിട്ട് നിൽക്കുന്നു. ഞാൻ വലിയൊരു കാറ് വാങ്ങുന്നു. പിന്നെ എൻ്റെ വസ്ത്ര സംവിധാനങ്ങൾ മാറുന്നു, എൻ്റെ ഭാഷ മാറുന്നു, സ്വരം മാറുന്നു, കെട്ടും മട്ടും മാറുന്നു, ശൈലികൾ മാറുന്നു. ഞാനൊരു ധനാട്ടിനാണെന്നൊരു തോന്നൽ എന്നിൽ വരുന്നു. അതെൻ്റെ അഹങ്കാരത്തിന് കാരണമാകുന്നു. അല്പാൽപ്പം മദ്യപാനം ആരംഭിക്കുന്നു. അത് എൻ്റെ കൂട്ടുകെട്ടിൽ വളരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂടി ഞാൻ സമ്പാദിക്കുന്ന ആകുള്ള സ്വർഗരാജ്യം പറയും എൻ്റെ പാതാള ജീവിതമാണ്, എൻ്റെ അശുദ്ധ ജീവിതമാണ്, വിശുദ്ധ ജീവിതമല്ല. ആ വയലിൽ നിന്നും എൻ്റെ മക്കൾ മുഖേനയോ ഞാൻ മുഖേനയോ ഈ ലോകത്തിൻ്റെ അറിവിൽ നിന്ന് സ്വർഗരാജ്യത്തെ നേടുക സാധ്യമല്ല. എന്നാൽ അതിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുന്നു. സന്തോഷത്തോടെ അത് വിറ്റ് സ്വർഗരാജ്യം സ്വന്തമാക്കുന്നു. അപ്പോൾ അതിന് കണ്ടെത്ത വയലാകുന്ന ഈ ലോകത്തു നിന്നും സാമ്പത്തിക മേഖലയിൽ നിന്നും കണ്ടെത്തി അത് സ്വർഗരാജ്യത്തിന് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള കണ്ടെത്തുമ്പോൾ അത് ചില കാര്യങ്ങൾ അവർ രഹസ്യമായിട്ട് വെക്കാൻ ആഗ്രഹിക്കുക, ഒന്നും പരസ്യമാക്കുകയില്ല. അതിനിഗൂഢമായ രഹസ്യമായിട്ട് കണ്ടെത്തുക. അതിലൊരു രഹസ്യമാണ്, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നേടി വിദേശത്തെത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആ വ്യക്തി വീട്ടിലേക്ക് അയക്കുന്ന പണം ഇത്ര രൂപ, 2 ലക്ഷം വെച്ച് അയക്കുമെന്ന് വിചാരിക്കുക. ആ വീട്ടിലേക്ക് അയക്കുന്ന പൈസ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നിയന്ത്രിക്കുന്നു, ക്രമീകരിക്കുന്നു. ആ പറയുന്ന ഈ അയച്ചു തരുന്ന പൈസ കൊണ്ടുള്ള വീട് വെച്ചാൽ മതി. അപ്പോൾ എളിമയുടെ തലത്തൊരു വീട് വെച്ചാൽ മതി. 2 നില വാർക്കേട് പണിയാൻ പാടില്ല. അത് ഏഷ്യാപ്രവചന പുസ്തകം 2 നില 2 നില വാർക്കുകൾ വീടും പണിയാൻ പാടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന് വചനത്തിലുണ്ട്. അപ്പോൾ ദൈവവചനം ലോകരാജ്യത്തിൽ ആയിരിക്കുമ്പോഴും വയലിലായിരിക്കുമ്പോഴും പണം സമ്പാദിക്കുമ്പോഴും ദൈവവചനത്തെക്കുറിച്ചൊരു ചിന്ത കടന്നു വരാൻ ഉപയുക്തമാണെങ്കിൽ അവിടെ ഒരു സ്വർഗരാജ്യത്തെ കണ്ടെത്താൻ സാധ്യതകളുണ്ട്. അങ്ങനെ എളിമയുടെ വീട് വയ്ക്കുന്നു, ചെറിയൊരു വാഹനം മേടിക്കുന്നു. അതൊരു സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു മാർഗമാണ്. എന്നാൽ നമ്മൾ സമ്പാദിക്കുന്നത് എന്താണ്, സംഭവിക്കുന്നത് എന്താണ്, മറിച്ച് സംഭവിക്കുന്നു. അപ്പോൾ ഇനി അതിൽ തന്നെ മറ്റൊരാശയം പറയാം. കർത്താവ് പറയണ മത്തായിയുടെ സുവിശേഷം യുഗാന്ത്യത്തിൽ എന്ത് സംഭവിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. അവസാന വിധി എന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്ന വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഈ നഗ്നതയുള്ളവരെയും രോഗികളെയും വേദനിക്കുന്നവരെയും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മക്കൾ പൈസ മുടക്കാൻ യാതൊരുവിധ നിർവാഹമില്ലാതെ കഷ്ടപ്പെടുന്നവരെയും കണ്ടെത്തുന്ന, സ്വർഗരാജ്യം നേടണം, നിത്യജീവൻ എനിക്ക് നേടണമെന്ന് അല്പമെങ്കിലും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ മകനോ മകളോ വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവൾ സ്വന്തമായി അവിടെ ഒരു പണം സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുകയും അവളുടെ രഹസ്യ അക്കൗണ്ടിൽ ആ പൈസ സൂക്ഷിച്ചു വെക്കുകയും ഒരു വീടില്ലാത്ത വാടകയ്ക്ക് കിടക്കുന്ന ഒരാളെ കണ്ടെത്തി ആ വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി 10 ലക്ഷം 15 ലക്ഷം രൂപ ആ വ്യക്തി അത് രഹസ്യമായിട്ട് വെച്ചിട്ട് രഹസ്യമായിട്ട് ആ വീട് വെച്ച് കൊടുക്കും. അതാരും അറിയുന്നില്ല. ആ വ്യക്തി മകനോ മകളോ ആയിക്കോട്ടെ, അവൾ രഹസ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ 4-5 വർഷം കൂടി സ്വന്തം ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ പപ്പയോട് പറയുന്ന അമ്മയോട് പറയുന്ന, അമ്മേ ഞാൻ നമ്മുടെ ഇടവകയിലും ഒക്കെ പാവപ്പെട്ട വീടുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആ സഹോദരൻ അല്ല മകനോ മകളോ പോകുന്നു. അടുത്ത ഇടവകയിലോ സ്വന്തം ഇടവകയിലുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു. അവർ വാടകയ്ക്ക് കിടക്കുന്ന ആളുടെ പണമില്ല, വീടില്ല. അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ രഹസ്യമായിട്ടുള്ള ഡെപ്പോസിറ്റിൽ നിന്നും എടുത്ത് ആ വ്യക്തിക്ക് പൈസ കൊടുത്തിട്ട് അവർ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കാൻ, ആ ഭവനമില്ലാത്ത വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഭവനമില്ലാത്ത വ്യക്തിയിൽ ആ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന വ്യക്തിയിലെ ഒരു വിവാഹപ്രായമെത്തി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ വേണ്ടി ഈ വ്യക്തി ലോകമാകുന്ന വയലിൽ നിന്നും സമ്പാദിച്ച പണത്തിൻ്റെ ഒരു മൂല്യം മാറ്റിവെച്ച് അവൻ ആ പണം ഉപയോഗിച്ചൊരു വീട് വയ്ക്കാൻ കൊടുക്കുമ്പോൾ പറയുകയാണ്, കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ പണം ഒരു വാടകയ്ക്ക് കിടക്കുന്ന പാവപ്പെട്ട വ്യക്തിക്ക് വീട് വെച്ച് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ ആ കൊടുത്ത പണം, യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത പണം യേശുവിൻ്റെ നിത്യജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പറയുന്നത്, അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ ജീവന്റെ ഗ്രന്ഥം.
ആ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരുള്ളവർക്കെല്ലാം രക്ഷ നൽകുന്ന കർത്താവ് സർവശക്തനായ ദൈവം. അതെല്ലാം നിഗൂഢ നീക്കങ്ങളാണ്. ആരുടെയും മുമ്പിൽ പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്ത നിഗൂഢ വിശുദ്ധിയുടെ, നിഗൂഢ ദൈവജ്ഞാനത്തിൻ്റെ. കാരണം ആ വ്യക്തിക്കറിയാം, ആ ജർമ്മനിയിൽ ജോലി ചെയ്യുമ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു വീടിനേക്കാൾ പ്രാധാന്യം ഞാൻ മറ്റൊരാളുടെ വീടിന് കൊടുക്കുന്നു. എൻ്റെ ഭവനത്തിലെ സാമ്പത്തിക വിരോധിയേക്കാൾ എൻ്റെ ഇടവകയിലെ മറ്റൊരു പാവപ്പെട്ട വ്യക്തിയുടെ സാമ്പത്തിക വിരോധിയെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നു. അതിനെ നിഗൂഢമായി സമ്പാദിക്കുന്നു, നിഗൂഢമായി കൊടുക്കുന്നു. അത് കർത്താവ് വയലിൽ ഒളിച്ചു വെച്ചിട്ട് നിധിക്ക് തുല്യം. ആ വ്യക്തി ആ വയലിൽ ഒളിച്ചു വെച്ചിട്ട് അവൻ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും, ആ വയലാകുന്ന അധ്വാന മേഖലയിൽ നിന്നും കിട്ടുന്ന സമ്പാദ്യം ഒളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് കണ്ടെത്തുന്നു, അത് മറച്ചു. അപ്പോൾ ഈ രഹസ്യം കണ്ടെത്തുന്നവർ രഹസ്യമായിട്ട് വയ്ക്കുന്നു, മറച്ചു വയ്ക്കുന്നു. ഇതൊന്നും ആരോടും പറയുകയില്ല. സ്വന്തം കുടുംബത്തിലുള്ളവരോടോ, സ്വന്തം വ്യക്തിത്വം, സ്വന്തം നാട്ടുകാരോടോ, കൂട്ടുകാരോടോ ഒന്നും പറയില്ല. അത് മറച്ചു വയ്ക്കുന്നു. അതായത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. ഇത് സ്വർഗരാജ്യമാകുന്ന വയൽ വാങ്ങുവാൻ വേണ്ടി തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും, തൻ്റെ ജീവിതത്തിൽ നിന്നും, താൻ കണ്ടെത്തിയ സമ്പത്തിൽ നിന്നും ഒരു പൈസ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ അവർക്ക് സഹായം ചെയ്യുമ്പോൾ, അതാരോടും പറയാതെ രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, അവൻ സ്വർഗരാജ്യത്തെ രഹസ്യമായി വാങ്ങുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഈ ജോലി ഒരു 10 വർഷം ജോലി ജർമ്മനി ചെയ്തതിന് ശേഷം ആ ജോലി ഉപേക്ഷിക്കും, രാജിവെക്കും. അപ്പോഴത്തേനും ഒരു 2-2.5 കോടി രൂപ ആ വ്യക്തി സമ്പാദിച്ചിട്ടുണ്ടാവും. തൻ്റെ ഭവനത്തിൽ ആവശ്യമുള്ള പണം കൊടുത്തു, അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം ബാക്കി വരുന്ന ഒരു 1.5 കോടി രൂപയെങ്കിലും ഈ സ്വർഗരാജ്യമാകുന്ന ആ മഹത്തായ സത്യത്തെ, മരണത്തിനപ്പുറത്തേക്ക് ഒരു നിത്യജീവനുണ്ട്, മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്, അതിന് പറയുന്ന പേരാണ് സ്വർഗരാജ്യം. അവിടെ തൻ്റെ ശരീരം ഈ ഭൂമിയിൽ ചീഞ്ഞഴുകിപ്പോയാലും അഴുകിയ ശരീരത്തെയും 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും പുനർജന്മത്തിലൂടെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചുകൊണ്ട്, പുനർജന്മം തന്നുകൊണ്ട്, പുനരുത്ഥാനം തന്നുകൊണ്ട് രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ യേശു ക്രിസ്തുവിലാണ് എൻ്റെ വിശ്വാസവും, ആ യേശു ക്രിസ്തുവിലാണ് എൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും. ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ വയൽ, തൻ്റെ ജോലി ഒക്കെ രാജിവെച്ചിട്ട് ഈ സമ്പാദ്യം മുഴുവനും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് സ്വർഗരാജ്യമാകുന്ന വയലിനെ വാങ്ങുവാൻ സാധിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വാങ്ങുന്ന വ്യക്തിക്കാണ് എങ്ങോട്ട് പോകാനുള്ള അത് കർത്താവ് വീണ്ടും വിറ്റ് ആ വാങ്ങുകയും ചെയ്തു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. നല്ല വ്യാപാരം. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും, ഉദാഹരണം ഒരു സ്വർണ്ണ വ്യാപാരം നടക്കുകയാണ്. എൻ്റെ മകനോ മകളോ അല്ലെങ്കിൽ ഞാനോ ഒരു സ്വർണ്ണ വ്യാപാര കട നടത്തുകയാണ്, സ്വർണ്ണക്കട നടത്തുക. ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ അതിനകത്ത് ഡയമണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 5 കോടി രൂപ ലാഭം ഉണ്ടായി. ഞാനത് സ്വർണ്ണക്കടയിൽ നിന്ന്. അപ്പോൾ ആ സ്വർണ്ണക്കട 5 കോടി ലാഭം. ആദ്യം മുടക്കിയത് 2 കോടിയെ മുടക്കുള്ളൂ, 3 കോടി ലാഭം കിട്ടി. അപ്പോൾ ഞാൻ അടുത്ത നഗരത്തിലേക്ക് വീണ്ടും മാറി വേറൊരു സ്വർണ്ണക്കട ഇട്ടു. അങ്ങനെ 2 സ്വർണ്ണക്കടയായി. അവിടെ എനിക്ക് 10 കോടി രൂപ ലാഭം കിട്ടി. അപ്പോൾ അങ്ങനെ എൻ്റെ വ്യാപാരം വർദ്ധിച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നഗരത്തിലുള്ള ഒരു 10 ടൗണുകളിൽ 10 ഷോറൂമുകൾ ഉണ്ടാക്കി അവിടെ നിന്നെല്ലാം കോടാനുകോടി സമ്പാദിച്ച് ഞാൻ വലിയ മഹത്വമുള്ള മനുഷ്യനായി മാറി, സമൂഹത്തിൽ വേണ്ടപ്പെട്ടവനായി മാറി. ലോകത്തിലെ നാട്ടുകാർക്കെല്ലാം വലിയ വ്യാപാര സമുച്ചയത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാനെന്ന തോന്നൽ വരത്തക്ക രീതിയിൽ അഹങ്കാരം കൊണ്ടൊക്കെ നിറഞ്ഞ മനുഷ്യനായി മാറി. പക്ഷേ എന്തു സംഭവിച്ചു? അതെല്ലാം ഒരു ശുഷ്കവും ശൂന്യമാണെന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നോക്കിക്ക് എല്ലാ വ്യാപാരവും ശൂന്യത്തിലേക്ക് പോവുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഹോട്ടലുകൾ പൂട്ടുന്നു, അവിടെയുള്ളവർക്ക് ജോലി ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. അതേ സ്ഥാനത്ത് നമ്മളിങ്ങനെ ചിന്തിക്കണമായിരുന്നു, അവിടെ കിട്ടിയ സമ്പാദ്യവും അവിടെ 4 ഷോറൂം നടത്തി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10 ഷോറൂമുകൾ നടത്തിയെങ്കിൽ അതുപോലെ ഒരു ഷോറൂം നടത്തുന്ന ഒരു ഷോറൂം കണ്ടെത്തി അവിടെ 100 തൊഴിലാളികൾക്ക് ഫ്രീ ആയിട്ട് അവരെ വിസയൊന്നും വാങ്ങാതെ അവരെ കൊണ്ടുവന്ന് അതിൻ്റെ ലാഭം ഉപയോഗിച്ച് അവർക്ക് കൊടുക്കുന്ന ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ആ ഷോറൂം ഉപയോഗിക്കുകയും അവരുടെ കുടുംബങ്ങളെ തീറ്റിപ്പൂറ്റുകയും ചെയ്യുന്ന സംവിധാനം വന്നായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ലാഭം സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യായിരുന്നു, പിന്നെ കിട്ടിയ ലാഭം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ആ വയലും ഇതുപോലെ. അപ്പോൾ അവിടെ കിട്ടുന്ന ഡയമണ്ട്സ്, അവിടെ കിട്ടുന്ന സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് സർവശക്തനായ ദൈവമാകുന്ന നിത്യജീവനാകുന്ന ആ രത്നം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത സാധനം. സ്വർണവും വെള്ളിയും രത്നങ്ങളും ഒരിക്കലും നശിച്ചു പോകുന്ന സാധനമല്ല. അത് നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അത് നിർമ്മിക്കപ്പെട്ട അന്നു മുതൽ അതിൻ്റെ നിത്യത ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ആ വസ്തുവിനെ ശൂന്യമാക്കാൻ പറ്റാത്ത വിധം അതതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്ന വസ്തുവിനാണ് സ്വർണവും വെള്ളിയും രത്നമൊക്കെ. അപ്പോൾ ആ രത്നത്തെ കണ്ടെത്തുകയും അത് വാങ്ങുകയും ചെയ്യുന്നു. ആ രത്നം ഏതാണ്?
അത് ഒന്നാമത്തെ അർത്ഥം. അതിൻ്റെ രത്നം എന്ന് പറയുന്നത് ഒന്ന് യേശു ക്രിസ്തുവാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സഭയിൽ, നമ്മുടെ സഭയിൽ നിൽക്കുന്ന സഭ, അതൊരു രത്നമാണ്. രണ്ട്, യേശു ക്രിസ്തു രത്നമാണ്. കൂദാശികൾ രത്നമാണ്. വിശുദ്ധ ഗ്രന്ഥം രത്നമാണ്. ധ്യാനങ്ങൾ, ആരാധനകൾ രത്നമാണ്. യേശുവിൽ നിന്ന് നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന രത്നമാണ്. ഈ രത്നത്തെ വാങ്ങി നിത്യതയാകുന്ന ആ രത്നത്തെക്കാൾ ശ്രേഷ്ഠമായ അനശ്വരത, നിത്യത നേടുവാൻ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി എത്ര തീഷ്ണതയുണ്ട്, എത്ര ജ്വലനമുണ്ട്. എത്ര പേർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്വന്തം കുടുക്ക മേടിച്ച് വെച്ച് പണം സമ്പാദിച്ച്, അല്ലെങ്കിൽ സ്വന്തം ഒരു അക്കൗണ്ട്, വേറെ സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങി അതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അതിനകത്ത് 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം സമ്പാദിച്ചു വെച്ച് ഏതെങ്കിലും ഒരു വിധവയായ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു വിധവയായ സ്ത്രീയുടെ മകളെയോ പഠിപ്പിക്കാനോ വീട് വെച്ച് കൊടുക്കാനോ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ സ്വർഗരാജ്യത്തെ നാം എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ കർത്താവ് പറയുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ തനിക്കുള്ളെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ വേറൊരർത്ഥം പറയാൻ നിങ്ങൾ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഇനി മുതൽ ഇപ്പം ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എൻ്റെ എല്ലാ ക്ലാസ്സുകളും ഒരു മറയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ ആത്മീയ രഹസ്യങ്ങളും പൂർണ്ണമായും നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരികയുമില്ല. അത് കർത്താവ് പറയുന്നത് മറച്ചു വയ്ക്കണം. കുറേയേറെ മറ വെച്ചിട്ട് സംസാരിക്കണമെന്ന് തന്നെ കർത്താവ് പറയുന്നത്. മറച്ചു വയ്ക്കുകയും അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവ് തന്നെ പറയാണ്, ആ വ്യാപാരി അല്ലെങ്കിൽ വയൽ വാങ്ങുന്നത്. അപ്പം ഞാൻ ഈ യൂട്യൂബ് കൂടെ ക്ലാസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പണം സമ്പാദിക്കുക എന്നൊക്കെ ചിലർ കമൻറ്റ് ഇടുന്നത്, അത് പറഞ്ഞാൽ അവർ സമ്പാദിക്കുന്നതിന് എനിക്ക് ഒന്നും ഒരു പൈസയും കിട്ടുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ഈ മൊബൈൽ ഫോണിൽ കൂടെ എനിക്ക് ആകെപ്പാട് ഒന്നും കിട്ടിയിട്ടില്ല. വളരെ തുച്ഛമായൊരു പൈസ ഒരു മാസം കിട്ടും, ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. വേറെ പൈസയെ കിട്ടിയിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷേ ഞാൻ എന്നാലും ഈ വയലിനെ, എൻ്റെ ഈ വയലാകുന്ന ഈ സംവിധാനത്തിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ശ്രദ്ധാപൂർവ്വം ക്ലാസ് കേട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ബ്രദറെ ഞങ്ങൾ ഒരുങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞു, ഞങ്ങളിത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ഏറ്റെടുക്കുന്നു, ഞങ്ങളിത് വ്യക്തമാണെന്ന് അറിയുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പരിണിതഫലം, കുവൈറ്റിൽ നിന്ന് വിളിക്കുന്ന ആൾ പറഞ്ഞു അവിടെ ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കാൻ തുടങ്ങി, അവിടെ ബിസിനസ്സുകൾ നഷ്ടമായി ശൂന്യമായി വരുന്നു. കാനഡയിൽ നിന്ന് വിളിച്ച സഹോദരി പറഞ്ഞു അവിടെ യാതൊരു രക്ഷയുമില്ല, അവിടുന്ന് ജനങ്ങളെ കയറ്റിവിടാൻ വേണ്ടി ആരംഭിക്കുന്നു, എൻ്റെ ജോലി പോകുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ പരിണിതഫലം ശൂന്യതയിലേക്ക് പോവുകയാണെന്ന് അവർ മനസ്സിലാക്കിയാണ്. അപ്പോൾ അവരാണേലും നമ്മളാണേലും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടല്ല ക്ലാസ് കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് പലതും മറച്ചു വെച്ചുകൊണ്ടാണ് ക്ലാസ് കൊടുക്കുക. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ രഹസ്യം പൂർണ്ണമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വ്യാപാരം നടക്കണം. ആ വ്യാപാരം നടക്കുക എന്ന് പറയുന്നതാണ് എളിദാസിൻ്റെ ക്ലാസ് ധ്യാനത്തിൽ വരിക എന്നുള്ളത്. ആ ധ്യാനത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ സമൂലമായ ഒരുക്കം, ഒരു വ്യക്തിയുടെ സമൂലമായ ഒരു ഭവനത്തിൻ്റെ ഒരുക്കം, ഒരു വ്യക്തിയുടെ ഇടവകയുടെ ഒരുക്കം, സഭയുടെ ഒരുക്കം എല്ലാം എങ്ങനെയാണെന്ന് വ്യക്തമായി നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കും. അല്ലാതെ അത് ഇത്തരം സാഹചര്യങ്ങളിൽ മറച്ചു വെച്ച് സംസാരിക്കണം, മറച്ചു വെക്കണം, ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടി വരും. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗരാജ്യത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ആഗ്രഹിച്ച് വാങ്ങണം എന്ന് തന്നെയാണ് നിർബന്ധം. വാങ്ങുന്നില്ല എങ്കിലോ, അതാണ് ഇന്നലത്തെ ക്ലാസ് ഞാൻ പറഞ്ഞത്. ഏതാണ് ക്ലാസ്? അഗ്നികുണ്ഡം. ഒരഗ്നികുണ്ഡത്തെ സർവശക്തനായ ദൈവം ഒരുക്കി തയ്യാറാക്കി രൂപപ്പെടുത്തി അത് അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലത്തിലെ വസ്തുരൂപം കൊണ്ടും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് ഈ വലിയ അഗ്നികുണ്ഡം പുറത്തു വരികയും ആ അഗ്നികുണ്ഡത്തിൽ നമ്മൾ അകപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ ആ വിലാപവും പല്ലുകടിയും നിറഞ്ഞ എന്നേക്കും വിലാപവും പല്ലുകടി എന്നേക്കും ദുഃഖമായി മാറുന്ന, ഒരു രക്ഷയും പിന്നീടില്ലാത്ത വിധം നശിച്ച് എന്നേക്കുമായിട്ട് നാശം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ അനുഭവിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് പോകാനുള്ളതല്ല എൻ്റെ ജീവിതവും. ഈ ഭൂമിയിൽ ഇത്രയും കാലം ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇത്രമാത്രം ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം കണ്ടെത്തി ക്രിസ്തുവിലായതിനു ശേഷം ഇനി എൻ്റെ ജീവനും നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല. അതതിൻ്റെ 10 മടങ്ങ് സന്തോഷവും സ്നേഹവും ആനന്ദവും നുകർന്ന് ഈ ലോകത്തും പരലോകത്തും സ്വർഗീയ മഹത്വത്തിലും അതതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ അനുഭവിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഇപ്പോഴൊരു ക്രമീകരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇതേ അറിവുകൾ കിട്ടും. എല്ലാം കിട്ടില്ല പ്രിയ സഹോദരങ്ങളെ, കിട്ടില്ല. പലവിധ ക്ലാസ്സുകളിൽ പലവിധ അറിവാണ് തരുന്നത്. അതുകൊണ്ട് പൂർണ്ണാവസ്ഥയിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ജ്ഞാനം ആർജിക്കുക തന്നെ വേണം.
ഏത് ധ്യാന ക്ലാസ്സിൽ നിന്നാണ്, ഏത് വ്യക്തിയിൽ നിന്നാണ് ഇതിൻ്റെ പൂർണ്ണാവസ്ഥ നിങ്ങൾ ലഭിക്കുന്നത്, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, ആ ധ്യാനങ്ങളിൽ, ആ ക്ലാസ്സുകളിൽ നിങ്ങൾ സംബന്ധിക്കണം. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല, 1000 പേര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് പോയി ധ്യാനം കൂടി നിങ്ങൾക്ക് വിശുദ്ധ വായിച്ച് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വ്യക്തി അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെളിപാട് ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചത്. നാം വെളിപാട് ഗ്രന്ഥത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാലവും ലോകവും ഡേറ്റും കിടക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിലാണ്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു, ആ രീതിയിൽ ഒരുങ്ങുന്ന വ്യക്തിക്ക് മാത്രമേ നിത്യതയെ പൂർണ്ണമായും ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരെന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും വലിയടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവിടുത്തെ പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഓരോ നിയമജനും തൻ്റെ നിക്ഷേപത്തിന് പുതിയതും പഴയതുമായി പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധിയുടെ തലത്തെ കണ്ടെത്തി അതിലേക്ക് പോവാൻ കഴിയുന്ന വിധത്തിൽ ജ്ഞാനം ആർജിച്ചൊരു വീട്ടുടമസ്ഥനായി നമ്മൾ മാറണം. പഴയതിനേക്കാൾ മെച്ചമായ പുതിയതിനെ സ്വാംശീകരിക്കുന്ന, പഴയ അവസ്ഥയിൽ പഴയ ജ്ഞാനവും പഴയ ബുദ്ധിയും പ്രബോധനവും നമുക്ക് പോരാ. അതിനപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൻ്റെ അറിവും അതിൻ്റെ തത്വസംഹിതകളും വളർന്നപ്പോൾ ഈ കാലഘട്ടത്തിലെ ജ്ഞാനവും അറിവും നേടുകയും അതിൽ അശുദ്ധമായതിനെ വലിച്ചെറിയുകയും വിശുദ്ധമായതിനെ ആർജിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വീട്ടുടമസ്ഥനായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അത് സാധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത്, വേറെ ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അതിനെ പരിശ്രമങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവെന്ന ചാനലിൽ കൂടെ നിങ്ങൾ ഈ സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലുള്ള ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കുമാറാട്ടെ. അതിനായി യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ നമുക്ക് എല്ലാ ദിവസവും ധ്യാനിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ എല്ലാ ദിവസവും വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ കൂടാം. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളും ദിവസം വീട്ടിൽ മുടങ്ങാതെ ചൊല്ലാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശുദ്ധ ഗ്രന്ഥം വായിക്കാം. ജമാലി ചൊല്ലി പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. കരയുടെ ജമാലി കൂടെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. പ്രാർത്ഥനയും സ്തുതിപ്പുമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ പോകാം. ധ്യാനങ്ങൾ കൂടുന്നുള്ളവർക്ക് അങ്ങനെ പോകാം. എന്തു വില കൊടുത്തും എന്ത് കാണിച്ചതും വയൽ വിറ്റും നമ്മുടെ വ്യാപാരത്തെ വിറ്റും നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ വിറ്റും എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും എന്ത് മൂല്യങ്ങൾ കൊടുക്കേണ്ടി വന്നാലും അവർ പറഞ്ഞ വയൽ വിറ്റെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ജോലി പോലും രാജിവെച്ച് അല്ലെങ്കിൽ തൻ്റെ വീടും പറമ്പ് വിറ്റിട്ട് പോലും ചില ധ്യാനങ്ങൾ കൂടുന്നതിനോ ചില സെൻറ്ററുകളിൽ പോയി ജീവിക്കുന്നതിനോ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷ്മമായി പഠിക്കുകയും നമ്മൾ ചെയ്തില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സ്വന്തം ജീവനും ജീവിതവും ശരീരവുമായിരിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, വളരെ സൂക്ഷ്മതയോടെ സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയുമായി മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ഈ കാലഘട്ടം വളരെ ചുരുങ്ങിയതുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം ജ്ഞാനങ്ങൾ ലഭിക്കുന്ന ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളും സംബന്ധിച്ച് ഒരു പരിശുദ്ധമായ പൂർണ്ണ അറിവിലും പൂർണ്ണ ജ്ഞാനത്തിലും പൂർണ്ണ വിശുദ്ധിയിലും ചേരുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. അതിനായി നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.